നമ്മൾ പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകാനായി റെഡി ആകുമ്പോൾ നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പൊക്കെ മാറ്റി മുഖം സുന്ദരമാക്കാൻ നമ്മുടെ അടുക്കളയിലുള്ള ഈ തക്കാളി മതി. നല്ലതുപോലെ പഴുത്ത ഒരു തക്കാളിപ്പഴം എടുത്ത് അതിന്റെ അകത്തെ കുരുവെല്ലാം മാറ്റിയ ശേഷം മുറിച്ചെടുക്കുക. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്ത് അതിന്റെ പുറന്തലിയെല്ലാം മാറ്റിയ ശേഷം ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക. രണ്ടും കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഈ മിശ്രിതം മുഖത്തും കഴുത്തിലും എല്ലാം തേച്ച് പിടിപ്പിക്കുക. ഇത് കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റും. ഇതൊന്ന് ട്രൈ ആയി വരുമ്പോൾ വീണ്ടും ഒന്നുകൂടെ അതിന്റെ മുകളിലായി തേച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ച ശേഷം സാധാ വെള്ളത്തിൽ കഴുകിക്കളയുക. നമ്മുടെ ഫേസിലുണ്ടായ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി മുഖത്ത് ഒരു മേക്കപ്പ് ഇടാതെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ പുറത്തു പോകാം. തക്കാളി നമുക്കൊരു സ്ക്രബ്ബറായിട്ടും ഉപയോഗിക്കാം. തക്കാളി ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചെടുത്ത ശേഷം ഈ ഒരു പീസിലേക്ക് ഒരു 1/2 സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. നമ്മുടെ സ്കിന്നിന് ശരിക്കും ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ് കിട്ടാൻ ഈ കോഫി പൗഡർ വളരെ നല്ലതാണ്. ഇതുകൊണ്ട് നമ്മുടെ മുഖത്ത് നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 2 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത ശേഷം 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം സാധാ വെള്ളത്തിൽ കഴുകിക്കളയുക. സാധാരണ വേനൽക്കാലത്താണ് വെയിലേറ്റുള്ള കരിവാളിപ്പും മുഖത്ത് കറുത്ത പാടുകളും ഒക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ സ്കിന്നിന്റെ ടോൺ എങ്ങനെയെന്ന് മനസ്സിലാക്കി വേണം എല്ലാം ഉപയോഗിക്കാൻ. ഇനി ഇതൊന്ന് തുടച്ചു മാറ്റിയ ശേഷം കഴുകിക്കളയാം. നോക്കൂ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. 2 കൈയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇത് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നു എന്നറിയില്ല. ശരിക്കും നല്ല വ്യത്യാസം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. അടുത്തതായി മുറിച്ചെടുത്ത തക്കാളിയിലേക്ക് ഒരിഞ്ഞുള്ള മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക. കസ്തൂരി മഞ്ഞളോ സാധാ മഞ്ഞളോ ഏതായാലും മതി. പക്ഷെ കടകളിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റ് മഞ്ഞൾ പൊടി ഒന്നും ഉപയോഗിക്കരുത്. നല്ല മഞ്ഞൾ തന്നെ ഉപയോഗിക്കുക. ഇതിലേക്ക് 2 തുള്ളി തേനും ചേർത്ത് കൊടുത്ത് മുഖത്ത് നല്ലതുപോലെ സ്ക്രബ് ചെയ്യുക. ഇതിങ്ങനെ തുടർച്ചയായി 3 ദിവസം ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. നമുക്ക് പെട്ടെന്ന് തന്നെ മുഖത്തെ മാറ്റം അറിയാൻ പറ്റും. ഇത് നമ്മുടെ മുഖം നല്ല സോഫ്റ്റായി നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാൻ സഹായിക്കുന്നു. തക്കാളി ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ. എങ്കിൽ തക്കാളിയുടെ ജ്യൂസ് നന്നായിട്ട് തന്നെ കിട്ടും. ഏതൊരു ഫേസ് പാക്കും നമ്മൾ 2-3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ റിസൾട്ട് പൂർണ്ണമായും കിട്ടുന്നത്. നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ മുഖത്തുള്ള കരിവാളിപ്പ് മാറാനായി ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത തക്കാളി 2ആയി മുറിച്ച ശേഷം മുഖത്ത് തേച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാകാൻ പറ്റും. ഇതിങ്ങനെ 5 മിനിറ്റ് വെച്ച ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. ഇത് കഴുകിയ ശേഷവും മഞ്ഞ കളർ നിപ്പുണ്ടെങ്കിൽ അല്പം കടലമാവ് കൊണ്ട് കഴുകിയാൽ മതി. ഇനി മുറിച്ച തക്കാളിയിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുത്ത് നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാം. പഞ്ചസാര എടുക്കുമ്പോൾ ഒട്ടും തരിയില്ലാത്ത പഞ്ചസാര തന്നെ എടുക്കുക. അതും 2 മണിക്കൂർ സ്ക്രബ് ചെയ്ത് കൊടുത്ത ശേഷം തണുത്ത വെള്ളം കൊണ്ട് കഴുകുക. ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ഈ തക്കാളിയിലേക്ക് 1 സ്പൂൺ കടലമാവ് കൂടി ചേർത്ത് കൊടുത്ത് രണ്ടും കൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യുക. 1/2 മണിക്കൂറിന് ശേഷം സാധാ വെള്ളത്തിൽ മുഖം കഴുകുക.